ഹലോ. സോ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ വീഡിയോയുടെ സ്കിപ്പ് റേറ്റ് ഒക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആരും വീഡിയോ ഒന്നും കാണാറില്ലെന്ന്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു ഓൺ വോയിസ് ചെയ്യാം. എൻ്റെ കേളി ഹെയർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം കേളി ഹെയർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പേഴ്സണലി ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഓയിൽ തേക്കാറുണ്ട്. കാരണം നമ്മുടെ മുടി പെട്ടെന്ന് ഫ്രിസ് ആവുമല്ലോ. അപ്പം ഓയിലില്ലെങ്കിൽ പിന്നെയും ഈ പ്രോഡക്റ്റ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഫ്രിസ്നെസ് ഉണ്ടാവും. പിന്നെ നന്നായിട്ട് നനച്ചിട്ട്, ഇപ്പം എൻ്റെ ഇതിനകത്ത് വെള്ളമൊക്കെ പോയി, എന്നാലും കുറച്ചുണ്ട്. നന്നായിട്ട് വെള്ളം ഉള്ളപ്പോൾ മാത്രമേ കേൾ ക്രീമും കേൾ ജെല്ലും ഒക്കെ അപ്ലൈ ചെയ്യാവുള്ളൂ. പിന്നെ ആദ്യമേ പോയി ഒത്തിരി പൈസ കൊടുത്ത് ബ്രാൻഡ് പ്രോഡക്റ്റുകൾ മേടിക്കണ്ട. ഞാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഞാൻ എന്താണ് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എങ്ങനെയാണ് മുടി സെറ്റ് ചെയ്യുന്നത്. കോമ്പ് നിർബന്ധമായിട്ടും വേണം. ഇത് എനിക്കൊരു ബ്രാൻഡ് അയച്ചു തന്നതിലുണ്ടായിരുന്നതാണ്. ഇതുപോലത്തെ കോമ്പൊന്നും വേണമെന്നില്ല. സാധാരണ ഇച്ചിരി പല്ല് അകലമുള്ള കോമ്പ് അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കണം. മുടിക്ക് ലെങ്ത് ഉണ്ടെങ്കിൽ പിശുക്ക് കാണിക്കരുത്. കാരണം പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല. എന്നിട്ടാ ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാട്ടോ. കേഴ്സൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ജോബിനെ ഒച്ച നമ്മൾ കേൾക്കണം. ഇതുകൊണ്ടോ ഹെയർ ജെൽ അതും ആവശ്യത്തിൽ കൂടുതൽ എടുക്കണം. നല്ലതായിട്ട് എടുക്കണം. എടുത്തിട്ട് കാര്യമുണ്ട്. കുറച്ച് മുടിയുണ്ടെങ്കിൽ നമ്മൾ കുറച്ചിട്ടാൽ മതി. പക്ഷെ എന്നെപ്പോലെ ഇത്രയൊക്കെ മുടിയുള്ളൂ, ഇത്രയൊക്കെ എടുക്കണം. ഓക്കെ, അത് നമ്മൾ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഈ സൗണ്ട് കുറേ മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആ മെത്തേഡ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇത് ഉണങ്ങിക്കഴിഞ്ഞുള്ള രംഗം നമുക്ക് ജിങ്ങിൽ കാണാം. ഓക്കെ.